ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് സ്വിമ്മിംഗ് ടിപ്സുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായ വീഡിയോസാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കൂട്ടുകാർ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേർക്ക് അറിയാത്ത, ഈ ഫീൽഡുമായി ബന്ധമുള്ള ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അറിയാത്ത ഒരുപാട് ടിപ്സുകൾ കൂടി ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അതിൽ പ്രധാനമായിട്ടെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു സിൽക്ക് പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു ടിപ്പാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ നീഡിൽസ് മാറ്റി യൂസ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡ്രസ്സിനനുസരിച്ചും നമുക്ക് ഫാസ്റ്റായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നീഡിൽ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11-ാം നമ്പർ സൂചിയാണ് കേട്ടോ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ നീഡിൽസിനും ഇങ്ങനെ പല നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് പല ആളുകളും സ്റ്റിച്ചിങ്ങിൽ ചെയ്യുന്ന, വർഷങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾക്ക് പോലും കൃത്യമായിട്ട് അറിയാത്തൊരു കാര്യമാണ്, ചെയ്യാത്ത കാര്യങ്ങളാണ്. പലർക്കും ഇത് അറിയാത്ത കാര്യങ്ങൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ സിൽക്ക് പോലത്തെ മെറ്റീരിയലിന് നമ്മൾ 11-ാം നമ്പർ പോലത്തെ സൂചിയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഹോൾസ് വീഴില്ല, ഭയങ്കരമായിട്ട് ഹോൾസ് വീഴില്ല. നല്ല ഷാർപ്പനായിട്ടുള്ള സൂചി വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹോൾസ് വീഴും. പക്ഷേ ഇതിനകത്ത് ഇത് വെച്ച് ഉപയോഗിക്കുമ്പോൾ ഹോൾസ് വീഴാണ്ട് സ്മൂത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ അതിനകത്ത് ഇങ്ങനെ തുരുമ്പ് വരിക എന്നൊക്കെ പറഞ്ഞ സംഭവം വരില്ലേ, ഈ സൂചികളൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ അത് വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡർ ഇല്ലേ, പൗഡർ യൂസ് ചെയ്യാറില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫേസിലൊക്കെ യൂസ് ചെയ്യുന്ന പൗഡർ തന്നെ മതി. അതിന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ ഒരു സ്വല്പം നമ്മളത് ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൽ തൂവി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തുരുമ്പ് വരില്ല കേട്ടോ. പിന്നെ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിൽക്ക ജെല്ല് ഉപയോഗിച്ചാലും മതി. അങ്ങനെയാണെങ്കിലും നമുക്കിത് തുരുമ്പ് വരാതെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. സൂചി കുറേ കാലത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുകയും ചെയ്യും, നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റുകയും ചെയ്യും. അടുത്ത ടിപ്പ് വന്നിട്ട് നമുക്ക് സാധാരണ മെഷീനിലുള്ള സൂചികളും അതുപോലെ തന്നെ ഡബിൾ മെഷീനുള്ള സൂചികളും അതുപോലെ അംബ്രല്ല മെഷീൻ, അതുപോലെ അതായത് ജാക്ക് പോലത്തെ മെഷീനിൽ അതല്ലാതെ സൂചികൾ വ്യത്യാസമാണ് കേട്ടോ. ഓരോന്നിൻ്റെയും മെഷീൻസിൻ്റെ അനുസരിച്ച് വ്യത്യാസമാണ് വരുന്നത്. പവർ മെഷീൻ്റെ ഒക്കെ സൂചി വ്യത്യാസം വരുന്നുണ്ട്, അല്ലാത്തതിൻ്റെ സൂചികൾ നീഡിൽസ് വ്യത്യാസമാണ്. സാധാരണ നോർമൽ ഉപയോഗിക്കുന്നത് 16-ാം നമ്പർ സൂചിയാണ്. അതിപ്പോൾ സിംഗിൾ മെഷീനാണെങ്കിലും നോർമൽ ഡബിൾ മെഷീനിലാണെങ്കിലും മറ്റുള്ള മെഷീനിലാണെങ്കിലും 16-ാം നമ്പർ സൂചിയായിരിക്കും. പക്ഷേ മെഷീൻ്റെ സൂചികൾ ഓരോ മെഷീൻ്റെ ഇത് പറഞ്ഞിട്ട് വേണം. സിംഗിൾ മെഷീൻ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് വേണം മേടിക്കാനായിട്ട് കേട്ടോ. ഡബിൾ മെഷീൻ ആണെങ്കിൽ ഡബിൾ മെഷീൻ്റെ 16-ാം നമ്പർ സൂചി എന്ന് പറഞ്ഞിട്ട് വേണം മേടിക്കാനായിട്ട്. പിന്നെ നമുക്ക് ജീൻസ് പോലത്തെ ഡ്രസ്സൊക്കെ തയ്ക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ കട്ടിയുള്ള ഡ്രസ്സ്, അതുപോലെ പാൻറ്റൊക്കെ തയ്ക്കുകയാണെങ്കിൽ പാൻസൊക്കെ നമ്മുടെ വീട്ടിലുള്ള പാൻസ് തന്നെ ഓൾട്രേഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ മെഷീനിൽ തയ്ക്കുമ്പോൾ സാധാരണ ഈ 16-ാം നമ്പർ സൂചി ഉപയോഗിക്കുന്നതിനേക്കാട്ടിലും 18-ാം നമ്പർ സൂചിയുണ്ട്, ആ സൂചി മാറ്റിയിടുകയാണെങ്കിൽ, ഈ 18-ാം നമ്പർ സൂചി മാറ്റിയിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നല്ല സ്മൂത്തായിട്ട് തയ്ക്കാൻ പറ്റും. അങ്ങനെ നല്ല ഷാർപ്പനാണ് ആ സൂചിയുടെ ആ ഒരു തുമ്പ് ഭാഗം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് തയ്ക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്യുക കേട്ടോ. ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി വിശ്വസിക്കുന്നു. പിന്നെ അതിനകത്ത് സൂചികൾ തമ്മിലൊരു വ്യത്യാസം വേണം കേട്ടോ. അത് പ്രധാന ടിപ്പാണ്. ഈ സാധാരണ സിംഗിൾ മെഷീനിലെ സൂചിയും അതുപോലെ ഡബിൾ മെഷീനിലെ സൂചിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളൊരു ഐഡിയ. മുകൾ ഭാഗം അത് റൗണ്ട് ഷേപ്പാണ് ഡബിൾ മെഷീൻ്റെ സൂചി വരിക കേട്ടോ. ഡബിൾ മെഷീൻ്റെ സൂചി വരുന്നത് മുകൾ ഭാഗം റൗണ്ട് ഷേപ്പ്. എന്നാൽ നമ്മൾ സിംഗിൾ മെഷീനിലാണെങ്കിൽ ഒരു സൈഡ് നമ്മൾ ആ സൂചി നമ്മൾ ഇടുന്ന ഒരു ലോക്കലുണ്ടല്ലോ, ആ പോയിന്റിൽ നമ്മൾ ഇടുമ്പോൾ ഒരു സൈഡിൽ ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ. ആ ഒരു ഭാഗം ഫ്ലാറ്റ് ആയിട്ടിരിക്കും. അതാണ് അതിൻ്റെ പ്രധാന ടിപ്പ് കേട്ടോ. ഈ സൂചികൾ തമ്മിൽ ഓരോ ടൈപ്പ് മെഷീൻ്റെ സൂചികൾ കണ്ടാൽ മനസ്സിലാക്കാനുള്ളൊരു ഐഡിയ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഈ ടിപ്സിലൊക്കെ യൂസ്ഫുള്ളായുള്ള ടിപ്സുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. കമൻറ്റ് ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാരെ കാണുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അടുത്തൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ടിപ്പാണ് കേട്ടോ. ഇത് കൂടുതൽ ആൾക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഈ മോട്ടർ വെച്ച് തയ്ക്കുന്ന സംഭവമൊക്കെ ആണെങ്കിൽ, നിങ്ങൾ മെഷീനൊക്കെ മോട്ടർ വെച്ചാണ് തയ്ക്കുന്നതെങ്കിൽ ആ മോട്ടർ വെച്ച് തയ്ക്കുന്നതിൽ മോട്ടർ വർക്കാവണില്ല എന്ന് നിങ്ങൾക്ക് തോന്നാൻ വിചാരിക്കുക. അത് മോട്ടർ വർക്കാവാത്തതിൻ്റെ പ്രശ്നമല്ല. സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ ആ മെഷീൻ്റെ ചവിട്ടിയിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ വർക്കാവാതെ വരുന്നത് നമ്മൾ ഈ മോട്ടറിൻ്റെ അകത്തുള്ള കാർബൺ തേഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ കാർബൺ ചേഞ്ച് ചെയ്യണം. സിംഗിൾ മെഷീൻ്റെയും അതുപോലെ ഡബിൾ മെഷീൻ്റെയും മറ്റു മെഷീൻ പവർ മെഷീൻ്റെയും ഒക്കെ ഈ മോട്ടറുകൾക്ക് വ്യത്യാസമുണ്ട്, കാർബണും വ്യത്യാസമുണ്ട് കേട്ടോ. ആ കാർബണിൻ്റെ ചെറുതും വലുതും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. വീതി, വണ്ണം കൂടുതൽ, നീളം കൂടുതൽ, അങ്ങനെ ആ ഒരു ലെങ്ത്തും വിഡ്ത്തുമൊക്കെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഈ ടിപ്പ് എന്തായാലും ഭൂരിപക്ഷം പേർക്ക് അറിയാത്ത ടിപ്പാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നത്തെ ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിചയപ്പെടുത്തുന്നത് നമ്മളൊരു ട്രേസിങ് വീലാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇത് നമുക്ക് സാരി, ബ്ലൗസ്, ടക്സ് അടയാളപ്പെടുത്താനായിട്ടും സൈഡ് ഷേപ്പ് ആക്കാനായിട്ടും
ഡിസൈനിങ് വർക്കുകൾ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ട്രേസിംഗ് വീൽ വെച്ച് ചെയ്യാൻ ഒരു സൈഡിൽ ചെയ്ത സംഭവം അപ്പുറത്തെ സൈഡിലോട്ട് ആവശ്യം വരികയാണെങ്കിൽ ഇത് ഈ ഒരു ടൂൾ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ടൂൾ എന്തായാലും വാങ്ങിച്ചു വെച്ചിരിക്കുക. വളരെ ഉപകാരമുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത്. ഈ ടൂൾ വളരെ ഉപകാരമാണ്. നമ്മൾ സാരി ബ്ലൗസ് ടക്കൊക്കെ കൃത്യമായിട്ട് അപ്പുറത്തെ സൈഡിലും കൂടി അടയാളപ്പെടുത്താൻ നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പോൾ വാങ്ങുന്നത് ഉറപ്പായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് കർവാണ് കേട്ടോ. ഇത് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആം ഹോളിൻ്റെ പെർഫെക്ഷൻ കിട്ടാൻ, ആം ഹോൾ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ നൈറ്റിക്കൊക്കെ നെക്ക് ഡിസൈൻ ചെയ്യാനും അതുപോലെ സ്വാഭാവികമായി ചുരിദാറിൻ്റെ നെക്ക് ഡിസൈൻ, ബ്ലൗസിൻ്റെ നെക്ക് ഡിസൈൻ അതൊക്കെ ചെയ്യാനും ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം പിന്നെ അടുത്തതായിട്ടൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ എല്ലാ തയ്യൽക്കാർക്കും ഉപകാരപ്പെടുന്ന, എല്ലാ വീട്ടമ്മമാർക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഈ സംഭവം. ഈ ഒരു ഷീറ്റ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ മതി. ഇത് നമ്മുടെ ഒരക് പേപ്പറാണ് കേട്ടോ, സാൻഡ് പേപ്പർ. അതായത് നമ്മുടെ ജനലൊക്കെ പെയിൻ്റ് അടിച്ചതൊക്കെ ഉരച്ച് കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഷീറ്റിന് 30 രൂപയൊക്കെയാണ് വില വരുന്നത്. അപ്പോൾ അത് ഒരു 2-3-4 ഷീറ്റൊക്കെ ഇതുപോലത്തെ ഓരോ ഷീറ്റ് മേടിച്ച് വെച്ചാൽ നമുക്ക് കുറേ കാലത്തേക്കായിട്ട്, അല്ലെങ്കിൽ ഒരു ഷീറ്റ് മേടിച്ച് വെച്ചാലും അത്യാവശ്യം കുറേ കാലത്തേക്കായിട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സിസേഴ്സ് ഉണ്ടെങ്കിൽ 2-3 ഷീറ്റൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലത്തേക്കായി. നമുക്ക് ഈ കത്രികയ്ക്ക് മൂർച്ച പോണ സമയത്ത് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്നതായിക്കോട്ടെ, അതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ പേപ്പർ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതായിക്കോട്ടെ, എന്ത് തന്നെ സിസേഴ്സ് ആയിക്കോട്ടെ, അത് നമുക്ക് മൂർച്ച പോകുമ്പോൾ ഇത് സിമ്പിളായിട്ട് ഇതിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ആ തെറ്റ് ഭാഗം തൊട്ട് അറ്റം തൊട്ട് അറ്റം വരെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ ഏത് ഭാഗത്ത് തീരെ മൂർച്ചയില്ല വെച്ചാൽ ആ ഭാഗം മാത്രം എടുത്തിട്ട് കുറച്ച് കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പറിൽ നിന്ന് പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നല്ല ഷാർപ്പനായി കിട്ടും. നമുക്ക് പൈസ കൊടുത്തിട്ട് കത്രിക മൂർച്ചയാക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്നവരുടെ അടുത്ത് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വെറുതെ ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തുണി കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഷാർപ്പനാവുന്ന ടിപ്പാണ്, വളരെ യൂസ്ഫുള്ളാണ്, എല്ലാ തയ്യൽക്കാർക്കും ഉപകാരമാണ്. തയ്ക്കാത്ത വീട്ടിൽ അമ്മമാർ കത്രിക പല ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യില്ല. കിച്ചണിലത്തെ ആവശ്യങ്ങൾക്കും പല ആവശ്യങ്ങൾ, പേപ്പർ വർക്ക് ചെയ്യുന്നവർ, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർ, വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, കത്രിക ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർ കത്രിക നാശമാകുമ്പോൾ, മൂർച്ച പോകുമ്പോൾ ഉറപ്പായിട്ടും വീട്ടാവശ്യത്തിനായാലും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിലേത് ടിപ്പാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് ഉറപ്പായിട്ടും ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനി നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കാൻ പോകുന്നവർ, ട്രാവലിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതുപോലത്തെ അടപ്പുള്ള പോലത്തെ കത്രിക മേടിക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക്, അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരവരുടെ കവറിലോ ബാഗിലോ ഒക്കെ ക്ലോത്തൊക്കെ വെച്ച് കൊണ്ടുപോകും. അപ്പോൾ സിസേഴ്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വയ്ക്കുന്ന സിസർ ആണെങ്കിൽ അവരുടെ ആ ഒരു ബാഗ് അതുപോലെ തുണിയൊക്കെ ഇങ്ങനെ കുത്തി കീറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവം കത്രിക പല വലിപ്പത്തിൽ കിട്ടും കേട്ടോ, പല വലിപ്പത്തിൽ കിട്ടുന്നുണ്ട്, പല മോഡലിലുള്ളതുണ്ട്. അപ്പോൾ ഇതുപോലെ അടപ്പുള്ള പോലത്തെ ഒരു കത്രിക മേടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രാവലിംഗ് പരമായിട്ട് കത്രിക കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുന്നവർ കത്രിക കൊണ്ടുപോകുന്നവർക്ക് അങ്ങനത്തെ കത്രിക വാങ്ങിക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇത് നമ്മുടെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസൈനിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ, സിമ്പിളായിട്ടുള്ള ഡിസൈൻ മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് അലുമിനിയത്തിൻ്റെ ഒരു ചെറിയ ചെറിയ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഇതുപോലത്തെ സംഭവങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇത് പല വലിപ്പത്തിൽ വരുന്നതുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഏത് കളർ ഡ്രസ്സിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് കളർ ഡ്രസ്സാണോ സ്റ്റിച്ച് ചെയ്യണേ ആ ഡ്രസ്സിന് നെക്ക് ഡിസൈൻ വെക്കാനായിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ പുറത്ത് ഏത് മെറ്റീരിയലാണോ നമ്മൾ കട്ട് ചെയ്യാൻ എടുത്തത്, സ്റ്റിച്ച് ചെയ്യാൻ വെച്ചേക്കുന്നത്, അതേ ഡ്രസ്സിൻ്റെ ക്ലോത്ത് തന്നെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച ശേഷം ഉള്ളിലേക്ക് കുറച്ച് ക്ലോത്ത് കൂടുതൽ വെച്ച ശേഷം ഈ അടപ്പ് കൊണ്ട് അടയ്ക്കാം. അപ്പോൾ അതിൻ്റെ പുറത്ത് കാണുന്ന 2 ഹോൾസ് ഉണ്ട്, അതിൽ കൂടെ നമുക്ക് നൂല് കോർത്തിട്ട് നമുക്ക് ആ ഡ്രസ്സുമ്മേ വെച്ചിട്ട് തുന്നി കൊടുത്താൽ മതി. തുന്നാൻ പറ്റാൻ മടിയുള്ളവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ തുന്നാൻ കണ്ണ് കാണായ ബുദ്ധിമുട്ടൊക്കെ പ്രയാസമുള്ളവർക്കാണെങ്കിൽ പശ വെച്ചാലും അത് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പശ വെച്ച് ഒട്ടിക്കുക എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. തുന്നാൻ പറ്റുന്നവർ തുന്നുക, അപ്പോൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. പശ വെച്ച് ഒട്ടിക്കുമ്പോൾ അത്ര സ്ട്രോങ് ആവില്ല, എന്നാലും നമുക്ക് തൽക്കാലത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരും. നല്ല ഷാർപ്പനായിട്ടുള്ള പശ പെട്ടെന്ന് നന്നായി ഒട്ടുന്ന പോലത്തെ പശ മേടിക്കണം കേട്ടോ. മേടിക്കുമ്പോൾ ക്വാളിറ്റി കൂടുതലായിട്ടുള്ളത് മേടിക്കണം.
അപ്പോൾ അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈൻ അല്ലേ. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ബോക്സ് ഒരു കവർ അങ്ങനെ ഫുള്ളായിട്ടാണ് വരുന്നത് കേട്ടോ. പല വലുപ്പത്തിലുള്ളതും വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ളത് മേടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്കൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അത് നമ്മൾ വേറെ കളർ ക്ലോത്ത് വെച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് വേറെ കളർ ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായ ഡ്രസ്സിന് വ്യത്യസ്തമായ കളേഴ്സ് യൂസ് ചെയ്യാം. പല വലുപ്പത്തിലും കിട്ടും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട്. നിങ്ങൾ തയ്ക്കുന്ന കൂട്ടുകാർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും അവർക്കൊക്കെ. പിന്നെ നമ്മുടെ ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂല് കോർക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിപ്പോൾ പല കളേഴ്സിൽ വരുന്നുണ്ട്, പല ഡിസൈനിൽ വരുന്നുണ്ട്, പല ഷേപ്പിലും വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഷേപ്പിൽ ഓവൽ ഷേപ്പല്ല, പിന്നെ വേറെ കളേഴ്സിൽ വരുന്നത്. പിന്നെ പല പെൻസിലിൻ്റെ പോലത്തെ ഷേപ്പിൽ പല രീതിയിലുള്ള ഷേപ്പിൽ ഇത് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് തരത്തിൽ മോഡൽസിൽ ഇത് അവൈലബിൾ ആണ് ഇന്ന് നൂല് കോർക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. അത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഡ്രസ്സൊക്കെ തയ്ക്കാൻ തരുന്നവരുണ്ടാവുമല്ലോ, അതിപ്പോൾ ഫുൾ സെറ്റ് മെറ്റീരിയലൊക്കെ ആവും ചില ആൾക്കാർ കൊണ്ടുവന്ന് തരും. ചിലപ്പോൾ അത് കവർ തന്നെ പൊട്ടിക്കാണ്ട് തന്നെ കൊണ്ടുവന്ന് തരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വരും. അപ്പോൾ അതിൽ സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ടാവും, പ്രൈസ് ടാഗ് വരെ നമ്മൾ കളഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാത്തിൻ്റെ ഡ്രസ്സിൻ്റെയും പുതിയ മെറ്റീരിയൽ ഫുൾ സെറ്റ് എടുത്തുകൊണ്ട് വരുമ്പോൾ പ്രൈസ് ടാഗ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ചുരിദാറിൻ്റെ സെറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടി മെറ്റീരിയൽ എടുത്തുകൊണ്ടായിക്കോട്ടെ, അതുപോലെ തന്നെ ഏത് ഡ്രസ്സിൻ്റെ ആയാലും ഫുൾ സെറ്റ് മെറ്റീരിയൽ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇതുപോലെ എന്താ പറയുക ഓൾട്രേഷൻ വെക്കാനായിട്ട് പുതിയ ഡ്രസ്സ് ഫുൾ സെറ്റ് തയ്ച്ചിട്ടുള്ള പോലത്തെ റെഡിമെയ്ഡ് ഡ്രസ്സ് ആയിക്കോട്ടെ, അതിൻ്റെയും സൈഡിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സ്റ്റാപ്ലർ അടിച്ചതൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത് കൊണ്ടുവരിക. അപ്പോൾ അത് ഓൾട്രേഷൻ ചെയ്യാനുള്ളതായാലും ഇപ്പോൾ ഫുൾ സെറ്റ് ഡ്രസ്സായാലും അല്ലെങ്കിൽ മെറ്റീരിയൽ എടുത്ത് കൊണ്ടുവന്നാലും ചുരിദാർ മെറ്റീരിയൽ ആയാലും അപ്പോൾ കവറിൽ നിന്ന് പൊട്ടിക്കാണ്ടൊക്കെ ആയിരിക്കും കൊണ്ടുവരിക. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ പ്രൈസ് ടാഗൊക്കെ അമ്മ കൊടുക്കും. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റാപ്ലർ പിന്ന് നമുക്ക് ഈ സ്റ്റാപ്ലർ പിന്നിൻ്റെ പിൻഭാഗത്ത് ഈ ഒരു സംഭവം കൊണ്ട് തന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്മൂത്തായി തയ്ക്കാൻ പറ്റാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഇത് നമ്മൾ ബോബിൻ കേസിൻ്റെ കേസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇതെന്താണ് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബോബിനിൽ നൂല് ചുറ്റുമ്പോൾ ഒരേ വീതിക്ക് തന്നെയാണ് ചുറ്റേണ്ടത്. അതിങ്ങനെ കയറി ഇറങ്ങിയ പോലെ കട്ട പിടിച്ച പോലെ ഒന്നും വരരുത്. മാത്രമല്ല നമ്മളിതിൻ്റെ ഫുൾ കവറിങ് വരെ നമ്മൾ നൂല് ചുറ്റരുത്. അതിൻ്റെ മുക്കാലോളം നൂല് ചുറ്റാൻ പാടുള്ളൂ. അത് നൂല് ഓവറായിട്ട് ടൈറ്റ് ആവാനും പാടില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെയായിരിക്കണം നൂല് ചുറ്റിണ്ടായത്. കയറി ഇറങ്ങിയ പോലെ വരരുത്, അങ്ങനെ കെട്ടുപിടിച്ച പോലെ വരരുത്. ഒരു സൈഡ് മാത്രമായിട്ട് നൂല് ചുറ്റരുത്. അങ്ങനെ ഫുള്ള് ആ ഒരു നല്ല ഭംഗിയിൽ വേണം, നല്ല നീറ്റായിട്ട് വേണം അതിൽ നൂല് ചുറ്റാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് തയ്ക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് തയ്ക്കാൻ പറ്റും. താഴെ ഭാഗത്ത് ഇടയ്ക്ക് ഒരു പിടുത്തം വരലോ അങ്ങനെ തയ്ക്കുമ്പോൾ പിടുത്തം വരലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് വളരെ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ആരും അധികം ശ്രദ്ധിക്കാത്തൊരു ടിപ്പാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറിനൊക്കെ സ്ലിറ്റൊക്കെ എങ്ങനെയാണ് ഏറ്റവും ഫാസ്റ്റായിട്ടും എളുപ്പത്തിലും ചെയ്യാൻ പറ്റാവുന്ന അതാണ് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ. ഇങ്ങനെ മുകളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്തും ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളിങ്ങനെ തയ്ച്ച് വരുന്നു, സ്ലീവിൻ്റെ തറ്റത്ത് നിന്ന് നമ്മൾ തയ്ച്ച് വരുന്നു. അതിൻ്റെ സ്ലിറ്റിൻ്റെ ആ പോയിൻ്റ് വരെ നമ്മൾ തയ്ച്ച് നിർത്തിയിട്ട് അവിടെ കെട്ടിട്ട് നിർത്തണം കേട്ടോ. അതിന് ശേഷം നമ്മൾ താഴെ ഭാഗത്തു നിന്ന് വേണം ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് വരാൻ. എന്നിട്ട് താഴെ അവിടെ എത്തിട്ടും നമ്മൾ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ലെങ്ത്ത് താഴത്തേക്ക് ഇറക്കിയിട്ട് ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് താഴത്തേക്ക് ഇറക്കിയിട്ട് ഇപ്പുറത്തോട്ട് സൂചി ടേൺ ചെയ്തിട്ട് ഇങ്ങനെ തിരിക്കുന്ന ഒരു രീതിയില്ലേ ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്ന ആ രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായി തന്നെ നമുക്ക് സ്ലിറ്റ് തയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്ര സിമ്പിളാണ് നമുക്ക് സ്ലിറ്റ് തയ്ക്കാനായിട്ട്. ഈ ടിപ്പ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മൾക്ക് നെക്ക് എങ്ങനെയാണ് ക്യാൻവാസിൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ടതെന്ന് വിചാരിക്കുക നെക്കിന്. അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ 2.25 ഇഞ്ചാണ് നെക്ക് വേണ്ടതെന്ന് വിചാരിക്കണം. 2.25 ഇഞ്ച് നെക്ക് വേണമെങ്കിൽ നമ്മൾ ക്യാൻവാസിൽ എടുക്കുമ്പോൾ 1/4 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൂട്ടണം. അപ്പോൾ അത് നമ്മൾ 3 ഇഞ്ച് എടുത്തു കേട്ടോ. അതായത് ക്യാൻവാസ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/4 ഇഞ്ച് ഒരു സൈഡിലോട്ട് കുറയും. അതുകൊണ്ടാണ് നമ്മൾ 1/4 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുന്നത്. നമുക്ക് വേണ്ടത് 2.25 ആയിരുന്നു, അപ്പോൾ നമ്മൾ 3 ഇഞ്ച് എടുത്തു. ഇങ്ങനെയാണ് നമ്മൾ
നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് താഴെ ഭാഗത്ത് അപ്പോൾ 3 ഇഞ്ച് താഴെ ഭാഗത്ത് എടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് താഴെ ഭാഗത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ കുറയ്ക്കുക താഴെ ഭാഗത്ത് നിന്ന്. അപ്പോഴാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുള്ളത് കേട്ടോ. നിങ്ങൾക്ക് നെക്കിൻ്റെ ഇറക്കം ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചാണ് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു 4.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുത്തോളൂ കേട്ടോ. ഇതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ഡിസൈനർ നെക്കാണ് കേട്ടോ വരയ്ക്കുന്നത്. ഇതൊരു മാനക നെക്ക് എന്നൊക്കെ പറയും കേട്ടോ. ഈ ഒരു ഡിസൈന് പണ്ട് ആൾക്കാർ പറഞ്ഞത് മാനക നെക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ആദ്യം ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച ശേഷം നമ്മൾ അതിനെ താഴെ ഭാഗത്തേക്ക് വരുന്ന ഭാഗം ഒന്ന് ഒരു ഷേപ്പ് വരുന്ന രീതിയിലൊന്ന് കെർവാക്കി വരയ്ക്കുക ചെയ്യണം കേട്ടോ. സ്കെയിൽ വെച്ചിട്ട് ആദ്യം നമുക്ക് വെറുതെ നേരെ വരയ്ക്കാം. അതിന് ശേഷം നമുക്കിതുപോലെ കെർവ് ചെയ്താലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ കുറേയും കൂടി എളുപ്പം ഉണ്ടായിരിക്കും കേട്ടോ. നെക്ക് വരയ്ക്കാനായിട്ട് എളുപ്പമുണ്ട്, ഡിസൈൻ ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. ഈ ഒരു ടിപ്പുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാറാതിരിക്കാൻ ചെയ്യേണ്ടുന്ന ഒരു ഐഡിയ ആണ് ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ ആ ഒരു മുകൾ ഭാഗത്ത് ഒരു കുറച്ച് ഭാഗം നമ്മൾ ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒരു 1/2 ഇഞ്ച് ഒരു പോയിൻറ്റോ 1/4 ഇഞ്ച് ഒരു പോയിൻറ്റോ മുകൾ ഭാഗത്ത് ഒരു സ്റ്റാൻഡ് കൊടുത്ത ശേഷം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നെക്ക് വിഡ്ത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടും. തുണിയിൽ നമുക്ക് കറക്റ്റ് ലെവൽ നെക്ക് വിഡ്ത്ത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് വരുമ്പോൾ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ആ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തുക. എന്ന ശേഷം അങ്ങനെ വെക്കുമ്പോൾ ഒരു സൈഡിൽ കുറച്ച് കൂടുന്നു, ഒരു സൈഡിൽ കുറച്ച് കുറയണു. ആ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ ഇങ്ങനെ മുകളിൽ ഒരു പിടുത്തം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഔട്ടർ എടുക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ സെയിം ഷേപ്പിൽ കൊടുക്കാം, അല്ലെങ്കിൽ റൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എടുത്ത പോലെ സ്ക്വയർ കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി നമ്മൾ പൈപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ വശങ്ങൾ തെറ്റിപ്പോകരുത്. നല്ല വശം വരുന്ന രീതിക്കാണ് ഇതുപോലെ ഉൾസൈഡും പൊട്ടവശം നല്ല വശം വരുന്ന രീതിയിലുള്ള മെറ്റീരിയലിനൊക്കെ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കിട്ടുന്ന രീതിക്ക് വേണം നമ്മളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. രണ്ട് സൈഡിലൊരു ട്രയാങ്കിളിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. ആ രീതിക്ക് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് വെക്കാമെന്ന് പറയുമ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് പൈപ്പിംഗ് വെക്കാവുന്നതാണ് കേട്ടോ. നെക്കിനൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടാനായിട്ട് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ തുന്നി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പും വളരെ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നെക്കിൻ്റെ യോക്ക് പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു നെക്ക് ഡിസൈൻ, അത് സിമ്പിളായി ചെയ്യാൻ പറ്റാവുന്ന നെക്ക് ഡിസൈനാണ്. ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ കുറച്ച് അളവ് കൂടുതൽ എടുക്കുക കട്ട് ചെയ്യുമ്പോൾ. ഈ ഒരു ഡിസൈൻ ചെയ്യാനുള്ള വേണ്ടത്ര എത്ര വീതിയാണോ നിങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് എടുക്കുന്നത് ആ വീതിക്ക് അനുസരിച്ചുള്ള അളവ് നിങ്ങൾ എക്സ്ട്രാ എടുക്കുക സാധാരണയിൽ നിന്നും വിട്ടിട്ട്. ഇതിന് ശേഷം അതിന് ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു ഡ്രസ്സിൽ രണ്ട് സൈഡിലോട്ടും ഇതുപോലെ എന്തെങ്കിലും ഒരു പൈപ്പിങ്ങോ ഇതുപോലെ എക്സ്ട്രാ കളർ ക്ലോത്തോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കളർ കസവോ വെച്ച ശേഷം രണ്ട് സൈഡും സിമ്പിളായിട്ട് തന്നെ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനധികം എഫേർട്ട് എടുക്കേണ്ടതില്ല കേട്ടോ. നമുക്ക് വേറെ കളർ രീതിയിലൊക്കെ നെക്ക് വരയ്ക്കുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. ഇത് സിമ്പിളാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ചുരിദാറിന് സ്ലിറ്റിനൊക്കെ ഒന്ന് ഭംഗിയാക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ ഐഡിയ ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് ഏതെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയ ഒരു കളർ എടുക്കുക, അതിലല്ലെങ്കിൽ പാൻസിൻ്റെ കോമ്പിനേഷനായിട്ട് ഏതെങ്കിലും ഒരു കളർ എടുക്കുക കേട്ടോ. അങ്ങനെ ഡിഫറെൻ്റ് ആയ കളറോ അല്ലെങ്കിൽ നിങ്ങൾ ടോപ്പിൽ ബോട്ടത്തിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ആ ഡ്രസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായി തന്നെ ഇതുപോലെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ ആ ഒരു ഡ്രസ്സിൻ്റെ തന്നെ കോമ്പിനേഷൻ എന്താണോ വരുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ലിറ്റ് ഡ്രസ്സിൽ കാണുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും, ഫിനിഷിങ് ആയിരിക്കും, നല്ല ഡിസൈനായിട്ട് തോന്നിപ്പിക്കും കേട്ടോ കാണുമ്പോൾ. അപ്പോൾ ഈ ടിപ്സുകളെല്ലാം ഒരുപാട് ടിപ്സുകൾ നമ്മൾ ഇതിനകത്ത് വീഡിയോയിൽ തന്നിട്ടുണ്ട്. എല്ലാ ടിപ്സും എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.